ഒരു കച്ചവടക്കാരൻ ഒരു പുസ്തകം 12% ലാഭത്തിന് വിറ്റപ്പോൾ 560 രൂപ കിട്ടി. പുസ്തകത്തിന്റെ വാങ്ങിയ വില. 2022 ഫെബ്രുവരിയിൽ നടത്തിയ കേട്ടറ്റ് പരീക്ഷയുടെ ആകെ 30 ചോദ്യങ്ങളാണല്ലോ മാത്സിൽ ഉണ്ടാവുക. അതിൽ 21 ചോദ്യങ്ങളാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. ബാക്കി 9 പ്രവർത്തനങ്ങൾ ഗണിത പഠന രീതിയുമായി ബന്ധപ്പെട്ടതാണ്. 21 ചോദ്യങ്ങൾ എങ്ങനെ വളരെ വേഗത്തിൽ സിമ്പിളായി ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ഉത്തരം എഴുതാൻ എങ്ങനെ കഴിയും, അതാണ് നമ്മുടെ ഈ ഇന്നത്തെ വീഡിയോയിലെ ഉദ്ദേശം. ഓരോ കണക്കും വിശദമായിട്ടാണ് ചെയ്യുക. പക്ഷെ ആ വിശദമായിട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിൽ വളരെ വേഗത്തിൽ ചെയ്യാൻ സാധിക്കണം. തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം ഞാൻ വായിച്ചു. ഇവിടെ എന്താ വേണ്ടത്? പുസ്തകത്തിന്റെ വാങ്ങിയ വിലയാണ് കണ്ടുപിടിക്കുന്നത്. പുസ്തകത്തിന്റെ വാങ്ങിയ വില കണ്ടുപിടിക്കാൻ ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാ? 2 കാര്യങ്ങളാണ്. ഒന്ന് വിറ്റ വില 560 രൂപ. മറ്റൊന്നെന്താ? ലാഭശതമാനം. എങ്ങനെയാണ് വാങ്ങിയ വില കണ്ടുപിടിക്കാം അല്ലെ? വിറ്റ വില എന്നാൽ എന്താ? അത് വാങ്ങിയ വിലയുമായി ബന്ധപ്പെട്ടാണ് അല്ലെ? വാങ്ങിയ വിലയെ ഗുണിക്കണം. ഇവിടെ ലാഭമാണ്, ലാഭശതമാനമാണ്. എത്ര? 12%. അപ്പോ വാങ്ങിയ വിലയെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് വിറ്റ വില കാണുക? ലാഭമാവുമ്പോൾ കൂടൂല്ലേ? 12%. 112/100. വിറ്റ വില എത്രയാ? 560 രൂപ. വാങ്ങിയ വിലയെ 112/100 കൊണ്ട് ഗുണിച്ചാൽ 560 കിട്ടും. നമുക്ക് വാങ്ങിയ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. വാങ്ങിയ വില കണ്ടുപിടിക്കാൻ എന്ത് വേണം? ഈ 112/100 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും, 560 അടുത്തേക്ക്. അപ്പൊ എന്ത് സംഭവിക്കും? 560 ഗുണിക്കണം ഈ ഭാഗത്തേക്ക് വരുമ്പം 112/100 100/112 ആയി മാറും. ഇനി സിമ്പിൾ ആണ്. 560 മനസ്സിൽ 112 കൊണ്ട് ഹരിച്ചാൽ 5 കിട്ടും. 5 ഗുണിക്കണം 100, 500 രൂപയാണ് ഇതിന്റെ ഉത്തരം. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി രണ്ടാമത്തത്. 2022 സ്വാതന്ത്ര്യ ദിനം മുതൽ ആ വർഷത്തെ ഗാന്ധി ജയന്തി ദിനം വരെ ആകെ എത്ര ദിവസങ്ങളുണ്ട്? അതാണ് സിമ്പിൾ ആണ്, മനസ്സിൽ ചെയ്യാം. അത് നോക്കാം. രണ്ടാമത്തത്. അപ്പൊ ഇതില് സ്വാതന്ത്ര്യ ദിനം എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് 15 മുതൽക്ക് ഗാന്ധി ജയന്തി ഒക്ടോബർ 2 വരെ. അതാ ദിവസങ്ങൾ കൂട്ടിയേ വേണ്ടു. പക്ഷെ ചെറിയൊരു തെറ്റ് വരിക എന്താ വെച്ചാല് സ്വാതന്ത്ര്യ ദിനം 15 ആഗസ്റ്റ് 15. ആഗസ്റ്റിന് 31 ദിവസമുണ്ട്. പിന്നെ നമ്മൾ 16 കൂട്ടിയാലേ 15 കഴിച്ച് ബാക്കി 14. അതുപോലെ 15 കൂടെ ഇതിൽ ഉൾപ്പെടണം. അപ്പൊ എത്ര വരും? ആഗസ്റ്റില് 17, സെപ്റ്റംബറിൽ 30, ഒക്ടോബറിൽ 2 കൂട്ടിയാൽ 49. ഇതിലെ ഓപ്ഷൻ ഡി അതിന്റെ ഉത്തരം. ഓക്കെ. മൂന്നാമത്തത്. 11 ഗുണിക്കണം 455 മൈനസ് 455ന്റെ വില എത്ര? 11 ഗുണിക്കണം 485 മൈനസ് 485. ഇത് ഒരുപാട് സമയത്തും ചെയ്യാം, 1 സെക്കൻഡ് കൊണ്ട് ചെയ്യാം. അതെങ്ങനെയാണ്? ഇവിടെ എന്താ ചോദ്യം? 11 ഗുണിക്കണം 485 മൈനസ് 485. 11 485 നിന്ന് 485 കുറക്കുകയാണ്. 11 485 നിന്ന് 485 കുറക്കുമ്പോൾ എത്രയുള്ളൂ? അത് 10 485. അതായത് 10 ഗുണിക്കണം 485 4800. ഇതാണ് ഈ ഓപ്ഷൻ എ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു പൂർണ്ണവർഗം അല്ലാത്തത് ഏത്? 1, 2, 3, 4 ഓപ്ഷൻസിലാണ് പൂർണ്ണവർഗം അല്ലാത്തത് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതില് 4ാമത്തെ ചോദ്യം. അതില്
ഒന്നാമത്തെ ഓപ്ഷൻ 2 ഗുണിക്കണം 6 ഗുണിക്കണം 15 ഗുണിക്കണം 5. രണ്ടാമത്തെ ഓപ്ഷൻ 4 ഗുണിക്കണം 15 ഗുണിക്കണം 3 ഗുണിക്കണം 15. മൂന്നാമത്തെ ഓപ്ഷൻ 4 ഗുണിക്കണം 9 ഗുണിക്കണം 25 ബി. 2 ഗുണിക്കണം 2 ഗുണിക്കണം 15 ഗുണിക്കണം 5. ഈ 4 ഓപ്ഷൻസും ഒന്ന് വായിച്ച് നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഉത്തരം കിട്ടും. ഇതിലിപ്പം 4 ഗുണിക്കണം 9 ഗുണിക്കണം 25 ഇത് 3 പൂർണ്ണ സംഖ്യകളാണ്. അതിൽ കൃത്യമായി തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് നമ്മുടെ ഉത്തരമല്ല, പൂർണ്ണവർഗമല്ലാത്തത് തന്നെ ചോദിച്ചിരിക്കുന്നത്. ഇനി ആദ്യത്തെ നോക്കാം നമുക്ക് അല്ലെ. ആദ്യത്തെ അതിലിപ്പം പിന്നെ 6 എന്ന് പറഞ്ഞാൽ 2 ഗുണിക്കണം 3. ഇവിടെ 2 ഗുണിക്കണം 2 പൂർണ്ണവർഗമാണ്. 2 സ്ക്വയർ 4 അല്ലെ, അതൊരു പൂർണ്ണവർഗമാണ്. പിന്നെ 3 ഗുണിക്കണം 15 15 ഗുണിക്കണം 15 അപ്പൊ 5 സ്ക്വയർ ആയി. അപ്പൊ ഇത് പൂർണ്ണവർഗം തന്നെ. അപ്പൊ നമ്മുടെ ഉത്തരമല്ല. ഇതോ 4 പൂർണ്ണവർഗമാണ്. ഇത് 15 അല്ല, സോറി 5 ഇതിന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ 3 ഗുണിക്കണം 5 15 15 അപ്പൊ 2 5 നേരത്തെ ഒന്നാമത്തെ കിട്ടിയ പോലെ തന്നെ 15 15. അപ്പൊ ഇതും പൂർണ്ണവർഗം അല്ല. പിന്നെയുള്ളത് എന്താ? ഇത് പൂർണ്ണവർഗമാണ്. ഇവിടെ 15 ഗുണിക്കണം 5 75 എന്തല്ല, പൂർണ്ണവർഗമല്ല. അപ്പൊ ഇതാണ് ഇതിലെ ഓപ്ഷൻ ഡി, പൂർണ്ണവർഗമല്ലാത്തത്. ഓക്കെ, അടുത്ത ചോദ്യം. ചിത്രത്തിൽ ഒരു സമചതുരവും ഒരു സമപാർശ്വ മട്ടത്രികോണവും ചേർത്ത് വെച്ചിരിക്കുന്നു. ഈ രൂപത്തിന്റെ ആകെ പരപ്പളവ് 96 ചതുരശ്ര സെന്റിമീറ്റർ. ഇതിന്റെ ചുറ്റളവ് എത്ര? ഒരു രൂപം തന്നിട്ടുണ്ട്. ഒരു സമചതുരവും അതുപോലെ ഒരു സമപാർശ്വ മട്ടത്രികോണം കൂടി ചേർന്ന ഒരു രൂപമാണ്. അതിന്റെ ആകെ പരപ്പളവ്, ഇത് രണ്ടും കൂടി ചേർന്നതിന്റെ പരപ്പളവ് തന്നിട്ടുണ്ട് 96 ചതുരശ്ര സെന്റിമീറ്റർ. ഇനി എന്താ വേണ്ടത്? ഇനി ഇതിന്റെ ചുറ്റളവ് കാണണം. ചുറ്റളവ് കാണുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറെ വരയുണ്ട് അല്ലേ. ഇതാ ഇങ്ങനെ ഒരു വര, ഇവിടെ ഒരു വര, ഇത് 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 1 2 3 4 5 6 വരയുണ്ട്. പക്ഷെ ചുറ്റളവ് കാണാൻ ഈ വര നമുക്ക് ആവശ്യമില്ല. ചുറ്റളവ് കാണാൻ നമുക്ക് ഇത് ആവശ്യമില്ല. പകരം 1 2 3 4 5 1 2 3 4 4 തുല്യവശവും പിന്നെ ഈ സമപാർശ്വ മട്ടത്രികോണത്തിന്റെ കർണവും മാത്രമാണ് ചുറ്റളവായിട്ട് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ പരപ്പളവ് വെച്ചിട്ട് ഇതിന്റെ ചുറ്റളവ് കാണുക? ചുറ്റളവ് കാണുകയിൽ എന്ത് വേണം? ഓരോ വശവും കിട്ടണമല്ലോ. അപ്പൊ പരപ്പളവ് വെച്ച് നമുക്ക് എങ്ങനെയാണ് ആദ്യം ഇതിന്റെ വശങ്ങൾ കണ്ടുപിടിക്കുക എന്ന് നോക്കാം. അഞ്ചാമത്തത് ഇതാണ് ചിത്രം. ആകെ പരപ്പളവ് 96. എന്താ ഇതിന്റെ പ്രത്യേകത? ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങോട്ട് നീട്ടുകയാണെങ്കിൽ ഇതേപോലെയുള്ള ഒരു സമചതുരം രൂപപ്പെടും. ഇത് ഇങ്ങോട്ട് നീട്ടുകയാണെങ്കിൽ ഇതേപോലുള്ള ഒരു സമചതുരം രൂപം, രണ്ട് സമചതുരം അല്ലെ. പക്ഷെ ഇത് നമുക്ക് ആവശ്യമില്ല. ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പകുതിയായി. ഇതൊന്നും ഇത് അരയുമാണ്. അതായത് 1.5 സമചതുരത്തിന്റെ പരപ്പളവാണ് 96 ചതുരശ്ര സെന്റിമീറ്റർ. ഈ 1.5-ൽ നിന്ന് നമുക്ക് 1ന്റെ പരപ്പളവ് ആദ്യം കണ്ടുപിടിക്കാം, സമചതുരത്തിന്റെ. അപ്പൊ എന്താ ചെയ്യാം? 1.5 96 ആകുമ്പോ ഈ 1 എങ്ങനെ കാണും? 96 ഹരിക്കണം 1.5 അല്ലെങ്കിൽ 3/2. ഹരിക്കണം 3/2 എന്ന് പറഞ്ഞാൽ എന്താ? ഗുണിക്കണം 2/3. 96 3 ഹരിച്ച 32 ഗുണിക്കണം 2 64 കിട്ടി. അത് ഇതിന്റെ പരപ്പളവാണ്. ഈ സമചതുരത്തിന്റെ പരപ്പളവാണ് 64. വശം കാണാൻ അതിന്റെ റൂട്ട് എത്രയാ? 8 സെന്റിമീറ്റർ ആണ് ഇതിന്റെ. ഓക്കെ, അപ്പം ഇത് 8 ഇത് 8 ഇത് 8 ഇത് 8 ഇത്രയും കിട്ടി. ഇനി നമുക്ക് ഇതാണ് കിട്ടേണ്ടത്, ഈ സാധനം. ഇതും 8 തന്നെ. മട്ടത്രികോണാണെന്ന് പറഞ്ഞല്ലോ. മട്ടത്രികോണാവുമ്പോ ഇത് കർണമാണ്, ഇതിന്റെ
കർണം കാണാൻ പൈതഗോറസ് സിദ്ധാന്തം √8² + 8². 64 128 √128 എന്ന് പറഞ്ഞാൽ 64 ഗുണിക്കണം 2 ഇതിന്റെ റൂട്ട് 8 √2. അപ്പൊ 8 8 8 8 4 8 32 പ്ലസ് 8 റൂട്ട്. ഇതിലുണ്ടോ ഓപ്ഷൻ ഉണ്ടോ? ഇതാ 32 + 8 ഓപ്ഷൻ എ. അതാണ് ഇതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം 1 + 2 + 3 + 4 ഇങ്ങനെ കൂട്ടി 98 + 99 + 100 വീണ്ടും കൂട്ടി 99 98 ഇവിടെ പ്ലസ് ഉണ്ട് 99 + 98 + 97 ഇങ്ങനെ താഴോട്ട് വന്ന് 3 + 2 + 1 എത്ര? അതാണ് ചോദിച്ചിരിക്കുന്നത്. 1 മുതൽക്ക് 100 വരെ, പിന്നെ അങ്ങോട്ട് താഴോട്ട് 99 98 അങ്ങനെ 1 വരെയാണ്. ആകെ ഇത്രയും സംഖ്യകൾ കൂട്ടിയാൽ എത്ര? അതിപ്പോ സിമ്പിൾ അല്ലേ? ഇപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം 1 + 2 + 3 + 4 ഇങ്ങനെ ലാസ്റ്റ് 100 വരെ. പിന്നെ 99 ആണ്. ആ 99 നമുക്ക് ഇവിടെ വെച്ച് തുടങ്ങാം. 98 + 97 + 96 ഇങ്ങനെ ഇവിടെ വരണം. ഇവിടെ എന്തുണ്ട്? 99. ഇവിടെ 1 ഉണ്ട്. ഇവിടെ 1 അവസാനിക്കും. ഈ 1 100 അവിടെ ബാക്കി കിടക്കുക. ഇത്രയേ ഉള്ളൂ. ഇതാ 100 100 100 ഇങ്ങനെ എത്ര 100 ഉണ്ട്? 99 100. അതിന്റെ കൂടെ ഈ 100 കൂടെ കൂടുന്നു. എത്ര വരും? 10. ഓപ്ഷൻ ബി ആണ് അതിന്റെ ഉത്തരം. ഏഴാമത്തത് 10:10 എന്ത് കൂട്ടിയാൽ 10:11 കിട്ടും? ഇവിടെയുള്ള ഓപ്ഷൻസ് 10:10 9 ഗുണിക്കണം 10:10 10 ഗുണിക്കണം 10:10 2 ഗുണിക്കണം 10:10. ഓപ്ഷൻസ് തന്നെ വല്ലാതെ കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കുക? നമ്മുടെ ചോദ്യം ഇതാണ്. ഏഴാമത്തത് 10:10 കൂടെ എന്ത് കൂട്ടിയാലാണ് 10:11 കിട്ടുക? അപ്പൊ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നമുക്കൊരു കാര്യം ചെയ്യാം. ചെറിയ ഒരു 2-3 സംഖ്യകൾ എടുത്തൊന്ന് ചെയ്ത് നോക്കാം. ഉദാഹരണത്തിന് 2:3 കൂടെ എന്ത് കൂട്ടിയാൽ 2:4 കിട്ടും? 2:3 എന്ന് പറഞ്ഞാൽ 8 ആണ്. 2:4 എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പൊ 2:3 കൂടെ എത്ര കൂട്ടിയാൽ 16 കിട്ടുക? 8ന്റെ കൂടെ 8 കൂട്ടിയാൽ, അതായത് 2:3. അപ്പൊ ഇവിടെ 2:3 2:3 ഒരേ സംഖ്യ കിട്ടി അല്ലേ? അപ്പൊ ആ അർത്ഥത്തിൽ നമ്മളിവിടെ ഇപ്പം 10:10 എന്ത് കൂട്ടിയാൽ 10:11 കിട്ടും എന്ന് ചോദിക്കുമ്പോ നമ്മൾ 10:10 എന്ന് പറഞ്ഞു പോകും അല്ലെ? ഈ ഉദാഹരണത്തിന് നിൽക്കട്ടെ, നമ്മൾ അടുത്തൊരു ഉദാഹരണം നോക്കാം. 3:2 പ്ലസ് എന്ത് കൂട്ടിയാൽ 3:3 കിട്ടും? അപ്പോ ഈ നിയമപ്രകാരം 3:2 എന്നാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് എടുക്കാം. നോക്കാം. 3:2 എത്രയാണ്? 9. 9ന്റെ കൂടെ 3:3 27. 9ന്റെ കൂടെ എത്ര കൂട്ടിയാലാ 27 കിട്ടുക? അത് 3:2 അല്ല, 18. 18 എന്ന് പറഞ്ഞാൽ 2 ഗുണിക്കണം 3:2 ആണ്. 3:2ന്റെ കൂടെ 2 ഗുണിക്കണം 3:2 കൂട്ടിയാൽ 3:3 കിട്ടും. ക്ലിയർ? അപ്പൊ അടുത്തത് 4:3ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 4:4 കിട്ടും? ഇവിടെ നമുക്ക് 2:3 കിട്ടി, 2:3. ഇവിടെ 2 ഗുണിക്കണം 3:2 കിട്ടി. ഇവിടെ എന്ത് കിട്ടും? 4:3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 64 പ്ലസ് ഇവിടെ 4:4 256. 64ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 256 കിട്ടുക? 192.
ഈ 192 എങ്ങനെ കിട്ടുന്നു? 64 3 ഗുണിച്ചിട്ടാണ് അല്ലേ? അപ്പൊ 64 പ്ലസ് 3 ഗുണിക്കണം 64, അതായത് 4/3. ഇതിന് പകരം 4/3. അപ്പൊ 4/3 പ്ലസ് 3 ഗുണിക്കണം 4/3. അപ്പൊ നോക്കണം, ഇവിടെ വന്നത് 2 ഗുണിക്കണം 3/2, ഇവിടെ വന്നത് 3 ഗുണിക്കണം 4/3. അപ്പൊ ഇവിടെ ശരിക്ക് 1 ഗുണിക്കണം 2/3 ആണ്. ഇവിടെ 2ന്റെ കാര്യം വന്നപ്പോ 1 ഗുണിക്കണം 2/3, 3 വന്നപ്പോ 2 ഗുണിക്കണം 3/2, 4 വന്നപ്പോ 3 ഗുണിക്കണം 4/3. അങ്ങനെ പോകുമ്പോ ഇവിടെ എന്ത് വരും? 10ന്റെ കാര്യം വരുമ്പോ എന്ത് വരും? 9 ഗുണിക്കണം 10/10. ഇതാണ് അതിന്റെ ഉത്തരം, ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ചോദ്യം. 3, 7, 12, 18 എന്നിങ്ങനെ തുടർന്നാൽ തൊട്ടടുത്ത സംഖ്യ. ഇത് ഒരുപാട് വിശദീകരിക്കേണ്ട. 3, 4, 7, 7, 5, 12, 12, 6, 18, 18, 7, 25. ഓപ്ഷൻ ബി. 3, 4, 5 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഇതിലെ ഓപ്ഷൻ 121, 91, 61, 151. ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 61 എടുക്കുക ആദ്യം. എന്നിട്ട് അതിനെ 3 കൊണ്ട് ഹരിച്ചാൽ 20 കിട്ടും, ശിഷ്ടം 1, അതൊക്കെ. 4 കൊണ്ട് ഹരിച്ചാൽ 15 കിട്ടും, ശിഷ്ടം 1, അതൊക്കെ. 5 കൊണ്ട് ഹരിച്ചാൽ 12 കിട്ടും, ശിഷ്ടം 1. പിന്നെ ഒന്നും അധികം ആലോചിക്കാനില്ല, 61 തന്നെയാണ് ഇതിന്റെ ഉത്തരം, 61. അടുത്ത ചോദ്യം. രാവിലെ 4:40 കോഴിക്കോട് നിന്നും പുറപ്പെട്ട ഒരു KSRTC ബസ് അന്നേ ദിവസം വൈകിട്ട് 4:20 തിരുവനന്തപുരത്ത് എത്തുന്നു എങ്കിൽ യാത്രക്കെടുത്ത സമയം എത്ര? രാവിലെ 4:40 AM കോഴിക്കോട് നിന്ന് പുറപ്പെട്ടു. വൈകിട്ട് 4:20 PM തിരുവനന്തപുരത്ത് എത്തി. എടുത്ത സമയമാണ് കണ്ടുപിടിക്കുന്നത്. അതിപ്പം എളുപ്പം ഇത്രയേ ഉള്ളൂ. 12 മണി എടുക്കുക. 12 മണി വരെ എത്ര സമയം വരും? 12 നിന്ന് 4:40 കുറച്ചാൽ അത് എത്ര വരും? 7:20. 7 മണിക്കൂർ 20 മിനിറ്റ്. അതിനെ കൂടെ ഈ 4:20 കൂട്ടുക. 11 മണിക്കൂർ 40 മിനിറ്റ്. ഓപ്ഷൻ സി. ഗണിതശാസ്ത്രജ്ഞനല്ലാത്തതാര്? ശ്രീനിവാസ രാമാനുജൻ, ഡോക്ടർ വർഗീസ് കുര്യൻ, റെനെ ദെക്കാർത്തെ, DH കപ്രേക്കർ. സിമ്പിൾ ചോദ്യമാണ്. ശ്രീനിവാസ രാമാനുജൻ ഗണിതത്തിനാണ്, റെനെ ദെക്കാർത്തയും ഗണിതത്തിനാണ്, കാപ്രേക്കറും ഗണിതത്തിനാണ്, ഡോക്ടർ വർഗീസ് കുര്യൻ അല്ലെ അമൂലിന്റെ സ്ഥാപകനാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, ഡോക്ടർ വർഗീസ് കുര്യൻ. അത്രയും. അടുത്ത ചോദ്യം. ചിത്രത്തിൽ ABPQ എന്നീ വരകൾ സമാന്തരമാണ്. ചിത്രം എന്ന് പറയുമ്പോൾ ഇതാണ്. ഇവിടെ AB ഉണ്ട്, PQ ഉണ്ട്. ഇത് സമാന്തരമാണ്. കൂടാതെ കോൺ ABC 110 ഡിഗ്രി, ABC 110 ഡിഗ്രി, CPQ 120 ഡിഗ്രി. അയാൾ കോൺ സിയുടെ അളവ്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ചെയ്ത് നോക്കിയിട്ട് ഇതിലേതാണ് ശരിയെന്ന് നോക്കാം. ഒന്ന് വരച്ചു നോക്കാം. 12ാമത്തെ ചോദ്യമാണ്. AB ഇനി സിയിലേക്ക് വരച്ചു. സി. പിക്ക് വേണം നമുക്ക്. PQ. ഇത് PQ 110 ഡിഗ്രി. ഇത് 120 ഡിഗ്രി. സി കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? എന്താ വഴി? വളരെ സിമ്പിൾ ആണ്. നമുക്ക് PQ എന്ന് പറയുന്ന ഈ വരയില്ലേ, അത് നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് നീട്ടാം. ഇങ്ങോട്ടേക്ക് നീട്ടി. ഇങ്ങനെ നീട്ടിയപ്പോ ഇതിന്റെ അളവ് എത്ര വരും? ഇതും സമാന്തരമാണ്. PQ ഇതും സമാന്തരമാകുമ്പോൾ ഇത് 110 ഡിഗ്രിയാണ്,
ഇതും 110 ഡിഗ്രി ആയിരിക്കും. ഒരേ സ്ഥാനത്താണ്. രണ്ട് സമാന്തര രേഖകളുടെ ഒരു വര കൊണ്ട് ഖണ്ഡിക്കുമ്പോൾ കിട്ടുന്ന ഒരേ സ്ഥാനത്തുള്ള കോണുകളാണ് ഇതും ഇതും. അപ്പൊ ഇത് 110 ഡിഗ്രി ആണെങ്കിൽ ഇതും 110 ഡിഗ്രിയാണ്. ഇത് 110 ഡിഗ്രി ആകുമ്പോൾ ഇത് എത്ര വരും? 70 ഡിഗ്രി. 110, 70, 150. അതേപോലെ ഇത് 120 ആകുമ്പോൾ ഇതെന്ത് വരും? 60 ഡിഗ്രി വരും. 60, 120, 150. ഒരു രേഖയെ ഖണ്ഡിക്കുമ്പോൾ രണ്ട് കോണുകൾ കൂട്ടിയാൽ 150 ഡിഗ്രി ആണല്ലോ. അപ്പൊ ഇത് 70 വന്നു, ഇത് 60 വന്നു. ഇവിടെ ഒരു ത്രികോണം രൂപപ്പെട്ടു. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 130. അപ്പൊ ഇത് എത്ര വരും? 50 ഡിഗ്രിയാണ്. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ. 13ാമത്തെ ചോദ്യം. 2.5 കിലോ മാങ്ങയുടെ വില 105 രൂപ ആണ്. 4 കിലോ മാങ്ങയുടെ വില എത്ര? അപ്പോ ഇവിടെ 2 തന്നിരിക്കുന്നത്, എന്നിട്ട് 4 കിലോ, അതായത് 1.5 കിലോ കൂടെ ബാക്കിയുണ്ട്. ആ 1.5 കിലോയുടെ വില കൂടെ കിട്ടിയാൽ ഇതിനെ കൂടെ കൂട്ടിയാൽ കിട്ടുമല്ലോ. അതിനേക്കാളൊക്കെ എളുപ്പം എന്താണെന്നറിയോ? 2.5 കിലോ. 13ാമത്തെ ചോദ്യം. 2.5 കിലോന് 105 രൂപ. അപ്പൊ 5 കിലോന് എത്ര വരും? 210 രൂപ. 10 കിലോന് എത്ര വരും? 420 രൂപ. 10 കിലോന് 400 രൂപ ആകുമ്പോ 1 കിലോന് എത്ര വരും? 42 രൂപ. 1 കിലോന് 42 ആണെങ്കിൽ 4 കിലോന് എന്ത് വരും? 4 ഗുണിക്കണം 42, 168. ഓപ്ഷൻ ഡി. ഇത് മനസ്സിലാതെ പെട്ടെന്ന് മനസ്സിൽ ചെയ്യേണ്ട കണക്കാണ്. ഞാനിവിടെ ബോർഡ് ചെയ്ത് കാണിച്ചത് മാത്രമേ ഉള്ളൂ. 5, 3, 2, 4, A എന്നീ സംഖ്യയിലെ അക്കങ്ങൾ വ്യത്യസ്തവും സംഖ്യ 3ന്റെ ഗുണിതവുമായാൽ എയുടെ സ്ഥാനത്തെ അക്കം ഏത്? 7, 8, 9, 0. ഈ 4 സംഖ്യകളിൽ ഏതാണ് എന്ന് കണ്ടുപിടിക്കണം. 14ാമത്തതാണ് 53,244. ഇവിടെ ഏതൊരു സംഖ്യ. എന്താ ഇതിന്റെ പ്രത്യേകത? 3 കൊണ്ട് 3ന്റെ ഗുണിതമാണ്. 3ന്റെ ഗുണിതമാണ് എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് നിശ്ചയം ഹരിക്കാം എന്നർത്ഥം. 3 കൊണ്ട് നിശ്ചയം ഹരിക്കാൻ പറ്റാവുന്ന സംഖ്യയുടെ പ്രത്യേകത എന്താ? ആ അക്കങ്ങൾ കൂട്ടിയാൽ അത് 3ന്റെ ഗുണിതം തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് 3ന്റെ ഗുണിതങ്ങൾ ആദ്യം മാറ്റി കഴിയാം. അത് 3 തന്നെ. 1 മാറ്റി. 2, 4 കൂടെ കൂട്ടി 6 കിട്ടും. അതും മാറ്റി. പിന്നെ ബാക്കിയുള്ളത് എന്താ? 5ഉം 7ഉം. ഇനി ഈ 4 ഓപ്ഷൻസില് 5ന്റെ കൂടെ ഏത് കൂട്ടിയാലാണ് 3ന്റെ ഗുണിതം കിട്ടുക? 5 + 7 എത്രയാ? 12. അത് 3ന്റെ ഗുണിതാണല്ലോ. അപ്പൊ 1ാമത്തെ ഓപ്ഷൻ ഏതന്നെയാണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം. ഗണിതശാസ്ത്രത്തിലെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏത്? എലിമെന്റ്സ്, ബീജഗണിത, ലീലാവതി, ആര്യഭടീയം. നോ ഡൗട്ട് എലിമെന്റ്സ് ആണ് ഗണിതശാസ്ത്രത്തിലെ ബൈബിൾ. 16ാമത്തത്. ചിത്രത്തിൽ ആകെ എത്ര ത്രികോണങ്ങൾ ഉണ്ട്? ഇതാണ് ചിത്രം. അതൊന്ന് പറയാം. 16ാമത്തത്. അപ്പോ ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു. ഇതിലാകെ എത്ര ത്രികോണങ്ങൾ? അത് ചോദിച്ചിരിക്കുന്നത്. ഒറ്റ നോട്ടത്തില് 1, 2, 3, 4, 5, 6, 7, 8, 9 ഉണ്ട്. പിന്നെ ഈ വലിയ ഒരു ത്രികോണമുണ്ട്. അപ്പൊ 9 + 1 പ്ലസ് ഇതാണ്. ഇങ്ങനെ ഒരു ത്രികോണമുണ്ട്. ഇതും 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 കൂടി ചേർന്നൊരു ത്രികോണം അല്ലെ? 1. പിന്നെ അതേപോലെ 1, 2, 3, 4 ചേർന്ന മറ്റൊരു ത്രികോണമുണ്ട്. അതുപോലെ ഇവിടെയുണ്ട്. അങ്ങനെ എത്ര വന്നു? 3 വന്നു. അപ്പോൾ ആകെ 13 ത്രികോണങ്ങളാണ് എന്റെ കണ്ണിൽപ്പെട്ടത്. ഓപ്ഷൻ എ. 17ാമത്തെ ചോദ്യം. കുത്തനെയും വിലങ്ങനെയുമുള്ള സംഖ്യയുടെ തുക തുല്യമാണെങ്കിൽ എ സൂചിപ്പിക്കുന്ന സംഖ്യ ഏത്? 6BA, 8B7. അതായത് ഇതും ഇതും ഇത് 3 കൂടെ കൂട്ടി ഇത് 3 കൂടെ കൂട്ടി അപ്പൊ ഒരേ ഉത്തരം കിട്ടും എന്നാണ്. ഇതത്ര വലിയ ചോദ്യമൊന്നുമല്ല. നമ്മൾ ബി ഒഴിവാക്കില്ലേ, കാരണം ബി രണ്ടിനോട് ഇതിനോട് കൂട്ടുന്നുണ്ട് ഇതിനോട് കൂട്ടുന്നുണ്ട്. അപ്പൊ ബി ഒഴിവാക്കില്ല. പിന്നെ ബാക്കിയുള്ളത് തുല്യാക്കിയാൽ മതി. 8ഉം 7ഉം കൂടെ കൂട്ടിയാൽ 15, 6ഉം എത്ര കൂടെ കൂട്ടിയാലോ 15 കിട്ടുക? 9. ഡി. ഓപ്ഷൻ ഡി.
അടുത്ത ചോദ്യം. രാമുവിന്റെയും മകന്റെയും വയസ്സുകളുടെ തുക 5 വർഷം മുമ്പ് 32 ഇനി 5 വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക എത്രയായിരിക്കും? ഒന്നുമില്ല, 32 വയസ്സ് ആണ് 5 വർഷം മുമ്പാണ്. 5 വർഷം കഴിഞ്ഞ ശേഷം പിന്നെ 5 വർഷം ആകുമ്പോൾ എത്ര വയസ്സിന് വ്യത്യാസം വന്നു? 10 വയസ്സിന് വ്യത്യാസം വന്നു ഒരാൾക്ക്. എത്ര ആളുണ്ട്? 2 ആളുണ്ട്. അപ്പൊ 2 ആൾക്കും 10 വയസ്സ് കൂടി, അതായത് 20 കൂടി. 32 കൂടെ 20 കൂട്ടിയാൽ 52 ആണ് ഇതിന്റെ ഉത്തരം. ഓപ്ഷൻ സി. സിമ്പിൾ ആണേ, ഇത് ആലോചിക്കാനില്ല. 5234 ഗുണിക്കണം 8572 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര? ചോദ്യം ഭയങ്കരമായിരിക്കും അല്ലേ? കാരണം വലിയ ഒരു നാലക്ക സംഖ്യയാണ്. 2 നാലക്ക സംഖ്യ. ഇതിപ്പോ ഗുണിച്ചിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഈ 1ാം സ്ഥാനത്തെ സംഖ്യയും ഇതിന്റെ 2 സംഖ്യകളുടെ 1ാം സ്ഥാനത്തെ അക്ക എടുക്കുക. എത്രയാ? 8. ആ 8നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്ര ശിഷ്ടം വരും? 3. വേറെ ആലോചിക്കാനൊന്നുമില്ല. ഓപ്ഷൻ സി. 1 + 1/2 + 1/3 + 1/6 കൂട്ടിയാൽ എത്ര കിട്ടും? ഇതിലിപ്പം ഇതെല്ലാം മനക്കണക്കാണ്. 1 + 1/2 + 1/3 + 1/6. ഈ 1 അവിടെ കേട്ടോ തൽക്കാലം. നമുക്ക് ഇതന്നെ കൂട്ടിക്കളയാം. 2, 3, 6 ഛേദം. ഇതിലെ പൊതുഛേദമായിട്ട് എന്തെടുക്കാം? 6 എടുക്കാം. 6 എടുക്കുമ്പോ ഈ 2 എന്താവും? 6 ആവും. ഇത് 6 ആവുമ്പോ ഇതെന്താവും? 3 ആവും. കാരണം 2നെ 3 കൊണ്ട് ഗുണിച്ചാൽ 6 കിട്ടും. ആ 3 കൊണ്ട് ഈ അംശത്തെ ഗുണിക്കണം. അപ്പൊ 3. അതേപോലെ ഇത് 1/3 ആണ്. 3 6 ആയി. 3 ഇരട്ടിയായി. അപ്പൊ അംശം ഉണ്ടാവും ഇരട്ടിയാവും. ഇവിടെ 1 തന്നെ. 6. 3 2 1 കൂടെ കൂട്ടിയ 6. 6/6 1. 1 ഇവിടെ ഉണ്ടല്ലോ. 1 + 1 എത്രയാ? 2. 2 ഉണ്ടോ? ഓപ്ഷൻ ബി ആണ് അതിന്റെ ഉത്തരം. ഇനി ലാസ്റ്റ് ചോദ്യം, 21ാമത്തെ ചോദ്യം. 1 + 11 + 111 + 1114. ഇത് ഞാൻ ബോർഡ് ചെയ്യുന്നില്ല, മനസ്സിൽ ചെയ്യാം. നമുക്ക് മനസ്സിൽ എങ്ങനെയാ ചെയ്യാം? നമ്മളൊക്കെ ആകെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഓപ്ഷൻസ് നമുക്കുണ്ട്. പക്ഷെ നമ്മൾ അതിൽ വീഴണ്ട. നമ്മൾ എത്രയാ നോക്കേണ്ടുള്ളത്? 1ാം സ്ഥാനത്തെ സംഖ്യ എല്ലാത്തിനും എന്താണ്? 1 1 1 1. എത്ര 1 ഉണ്ട്? 4. അപ്പൊ 1ാം സ്ഥാനത്ത് 4 വരും. പിന്നെ ഇത് വേണ്ട, 1ാം സ്ഥാനം നമ്മൾ കൂട്ടിയല്ലോ. ഇനി ഇവിടെ 10ാം സ്ഥാനം. 10ാം സ്ഥാനത്ത് ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 1. അത് എത്ര ഉണ്ട്? 3 ഉള്ളൂ. അപ്പൊ 3 1 3. ഇനി 100ാം സ്ഥാനത്തോ? 100ാം സ്ഥാനത്ത് ഈ 1ഉം ഈ 1ഉം മാത്രമേ ഉള്ളൂ. അപ്പൊ അത് 2. പിന്നെ 1000ാം സ്ഥാനത്ത് ഒരു സംഖ്യയുള്ളൂ. 1234 ആണ് അതിന്റെ ഉത്തരം. ഓപ്ഷൻ സി. അപ്പൊ 21 ചോദ്യമായി, 21 ഉത്തരവായി. ഓക്കെ.